ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വിശേഷവും ഫ്ലൈറ്റ് യാത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ചെക്കിംഗ് ബാഗ് എയർ അറേബ്യയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ചെക്കിങ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്കിങ്ങനെ ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയർപോർട്ടിൽ നമുക്ക് ഒരുപാട് ക്യൂ നിൽക്കുകയോ ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയോ ഇല്ല. അപ്പോൾ കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇങ്ങനെ ചെക്കിംഗ് ബാഗ് നേരത്തെ തന്നെ ചെക്ക് ചെയ്ത് വിടുവാണെങ്കിലും. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു കൺവീനിയൻസ് ഇത് ഓക്കെയാണ്. അപ്പോൾ അവർ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നതാണ് കേട്ടോ. എയർപോർട്ടിൽ നമുക്ക് അത്തരം ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ പേര് തന്നെ പോകാൻ പറ്റും. ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കുട്ടിയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലഗേജും കൈ കൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ പോകുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പോകുവാണ് നാട്ടിലേക്ക്. അപ്പോൾ റെഡിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരിയും ബുക്ക് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ്. നിച്ചു എങ്ങനെയായിരിക്കും ഫ്ലൈറ്റിൽ നിന്നുള്ള ടെൻഷൻ എനിക്കും ചേട്ടൻ നന്നായിട്ടുണ്ടെങ്കിൽ പോലും യാത്രയൊക്കെ സുഖമായിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അബുദാബിയുടെ പുതിയ എയർപോർട്ടാണ്. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഈ എയർപോർട്ടിൽ കൂടെ പോകുന്നത് കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ ചെക്കിംഗ് ബാഗ് കൊടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ അധികം ലഗേജുകളൊന്നുമില്ല. ഹാൻഡ് ബാഗ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നിച്ചുവിൻ്റെ ഒരു ബാഗും കൂടി ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് യാത്ര സുഖമായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങിനും എമിഗ്രേഷനൊക്കെ പോകാൻ പറ്റിയിട്ടോ. അതുകൊണ്ട് നമുക്ക് അതിന് ക്യൂ ഒന്നും നിൽക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ എയർപോർട്ടിലെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ട് നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് നിച്ചുവിനെ ഉറക്കണം എന്നുണ്ട്. നിച്ചു ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ഹാപ്പി ഞങ്ങൾക്കുണ്ട്. അങ്ങനെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിലെത്തി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിച്ചു ഉറങ്ങുവാണ്. ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിച്ചു എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾക്കുള്ള ഫുഡ് കൂടി കൊടുത്തിട്ട് നമുക്ക് ഗേറ്റിൽ പോയി ഇരുന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ നിച്ചുവിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റിംഗ് ആണ് ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നിച്ചുവിന് ബോറടിക്കാൻ തുടങ്ങി. ഇത്തിരി വാശിയൊക്കെ കാണിച്ചപ്പോഴേക്കും ഞാൻ അവളെ കൊണ്ട് നടക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ആൾ ഇത്തിരി ഉഷാറായി. ഇനി ഫ്ലൈറ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നിച്ചുവിനെ പോലത്തെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവും കരയാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിച്ചു എന്തായാലും കരയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ. കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ടൈമായി. അപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഫ്ലൈറ്റിൽ കയറി കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വന്നു. ഒരു പാസഞ്ചർ വരാൻ കുറച്ച് ലേറ്റായി. ഒരു 30 മിനിറ്റ്സോളം നമുക്ക് ഫ്ലൈറ്റിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കുറച്ചെത്തിപ്പോഴേക്കും നിച്ചുവിൻ്റെ മൂടൊക്കെ മാറി കുറച്ച് കരച്ചിലൊക്കെ ആയി. ഇത്തവണത്തെ യാത്ര നിച്ചുവായിട്ട് അത്ര സുഖമൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റിൽ അവൾ നല്ല അരച്ചിലായിരുന്നു. 30 മിനിറ്റ്സ് ഡിലേ ആയതുകൊണ്ട് തന്നെ കൊച്ചിയിൽ എയർപോർട്ടിൽ എത്താനും നമ്മൾ നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നിച്ചു വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫാമിലി എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. കൊച്ചിയിൽ എയർപോർട്ടിലും ചേട്ടൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നിച്ചുവിനെ കാണാനായിട്ട്. ലാൻഡിങ് 9:30 പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളൊരു 10 മണി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫാമിലികളെല്ലാവരും വെയിറ്റ് ചെയ്ത് എയർപോർട്ടിൽ നിൽക്കുമായിരുന്നു. പക്ഷെ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയില്ല. 30 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ലാൻഡിങ്ങിന്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നിച്ചുവിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ കുഴപ്പമില്ലാതെയൊക്കെ അവിടെ ഇരുന്നു. പക്ഷെ കുറച്ചൊക്കെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് അവിടെ തന്നെ ഇരുന്നുള്ള കളിയൊന്നും ഇഷ്ടപ്പെടാതെയായി. പിന്നെ ഉറക്കം വന്നപ്പോൾ നമ്മൾ അവളെ കിടത്തി ഉറക്കിയിരുന്നു കേട്ടോ. പക്ഷെ ഫ്ലൈറ്റിൽ ഉറക്കം ആൾക്ക് അത്ര സുഖമായില്ല. നല്ല രീതിയിൽ തന്നെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുമായിരുന്നു. അതിൻ്റെ വാശി ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറക്കം കഴിഞ്ഞുള്ള മൂഡ് അത്ര സുഖമായിരുന്നില്ല ആ ഫ്ലൈറ്റിൽ. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ വെച്ച് മീലായിട്ട് കഴിച്ചത് ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. പിന്നെ ഞാനൊരു ടീയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീന് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. മിൽക്ക് എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിപ്പോയി.
ചിക്കൻ സാൻഡ്വിച്ച് എനിക്കിഷ്ടപ്പെട്ടു, ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കഴിച്ചു കേട്ടോ. ചേട്ടൻ കഴിച്ചില്ല, ചേട്ടൻ ജസ്റ്റ് ടേസ്റ്റ് മാത്രം നോക്കിയോളൂ. എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കഴിച്ചു. പിന്നെ നിച്ചു ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാനായിട്ട്. നിച്ചു ഉറങ്ങുന്ന ടൈമിലാണ് ഫുഡ് വന്നത്. നിച്ചുവിനുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നിച്ചു ഫ്ലൈറ്റിൽ വെച്ച് ഫുഡ് കഴിച്ചില്ല കേട്ടോ. നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. പിന്നെയുള്ള വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നിച്ചു നല്ല വാശിയായിരുന്നു. പിന്നെ കൊച്ചി എയർപോർട്ടിലെത്തി എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ എടുത്ത് തന്നേപ്പിക്കും ഫാമിലി എല്ലാവരും മീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു, ബൈ.